ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തുദ്ദൈൻ. ആയത്തുദ്ദൈനാണ്. സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്. ഖുറാൻ ഏറ്റവും വലിയ ആയത്തായി ഖുറാൻ വിശദീകരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? കടം, അതിന്റെ നിയമങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കടം വാങ്ങിയാൽ അത് വീട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ നാട്ടില് പ്രശ്നങ്ങള്, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത്, സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നത് ഒക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തിയ പല ബന്ധങ്ങൾ ഇല്ലാതാകാണ്. വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ പറയുന്നൊരു സംഗതി, ഒരു ഷഹീദിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഷഹീദാനുള്ള അവസരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ വീണ്ടും ഷഹീദാവുന്നു, വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടുന്നു, വീണ്ടും ഷഹീദാവുന്നു. അങ്ങനെ പല പ്രാവശ്യം ഷഹീദാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി, പക്ഷേ അയാൾക്ക് സ്വർഗത്തിന് തടസ്സമാകുന്നത് എന്താണ്? കടം, അലൈഹി ദൈനുൻ, അയാളുടെ മേലിൽ കടബാധ്യത ഉണ്ടെങ്കിൽ എന്നത് ഒരു തടസ്സമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കാരത്തിന് മുമ്പ് ചോദിക്കും, അപ്പോൾ ഇതിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കും. ആരെങ്കിലും ഏറ്റെടുക്കും, അല്ലെങ്കിൽ റസൂലുള്ളാഹി ഏറ്റെടുക്കും, എന്നിട്ട് അതെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി നിസ്കരിക്കൂല. അപ്പോൾ അത്രയും എന്താണ് ഗൗരവേറിയ ഒരു വിഷയമാണ്. ഒരാളുടെ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ പലപ്പോഴും കടബാധ്യത കാരണമാകുന്നു. അപ്പോൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പണം ഉണ്ടെങ്കിൽ നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റാണ്, കടം വീട്ടാതിരിക്കുന്നത്. അപ്പോൾ കടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ തന്നെ എടുക്കും. ഇപ്പോൾ റസൂല് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നിസ്കാരത്തിന് ശേഷം, എന്താണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും അല്ലാഹുവിനെ രക്ഷപ്പെടുത്തണം.